എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളെ കുറിച്ചൊരു കൃത്യമായ അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ്. പലരും നമ്മുടെ വീഡിയോസ് കാണുന്ന ചില കുട്ടികളെങ്കിലും ഒരു പക്ഷേ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്താണെന്ന് അറിയാമോ? പല ക്ലാസ്സുകൾ, അതായത് റെയിൽവേയുടെ ക്ലാസ്സുകൾ കാണുന്നു, അതുപോലെ SSCയുടെ ക്ലാസ്സസ് കാണുന്നു, അതുപോലെ തന്നെ ചില മോട്ടിവേഷൻസ് വീഡിയോസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ഒരു സംശയമുണ്ട്, ഇത് ഏത് ഒക്കെ എക്സാമുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ ഇടയ്ക്ക് റീസെൻ്റായി നമ്മൾ സീരീസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടായിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അതായത് നമ്മുടെ ജനറൽ സയൻസ് സീരീസ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് സീരീസ്, അതേപോലെ തന്നെ മാത്സുമായി ബന്ധപ്പെട്ട ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ, ഇവയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണോ? പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, കമൻറ്റുകളായിട്ട് ചോദിച്ചിട്ടുണ്ട്, സാർ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ്, എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടത്, ഞങ്ങൾ ഏതാണ് കാണേണ്ടത്? ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ എന്ന് പറയുമ്പോഴേ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് SSC, അതുപോലെ തന്നെ RRB, അതുപോലെ തന്നെ ബാങ്ക് റിലേറ്റഡ് ക്ലാസ്സുകളാണ്. ഓക്കെ, ബാങ്ക് റിലേറ്റഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ SSC എന്ന് പറയുമ്പോൾ ഏതൊക്കെ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടത് വരും? CGL വരാം, ഓക്കെ, അതുപോലെ തന്നെ CHSL എക്സാമുമായിട്ട് ബന്ധപ്പെട്ടത് വരാം. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന MTX എക്സാം ഉണ്ട്, അതുപോലെ തന്നെ GD എക്സാം ഉണ്ട്. SSC GD ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന SSC GD എക്സാം ഉണ്ട്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ആണ് CPO എന്ന് പറയുന്ന സെൻട്രൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ ഡൽഹി പോലീസ്, അല്ലെ, ഡൽഹി പോലീസ്, അങ്ങനെയുള്ള എക്സാംസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ RRB എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? NTPC, അല്ലെ, RRB NTPC, അതേപോലെ തന്നെ ഗ്രൂപ്പ് D എക്സാംസ്, അല്ലെ. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ എന്താണ് നമുക്ക് വരുന്നത്? SBI, അതേപോലെ തന്നെ ഏതുണ്ട്? IBPS ഉണ്ട്, അതേപോലെ തന്നെ RRB ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്കിനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന SSCയുടെയും റെയിൽവേയുടെയും ഒക്കെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തരുന്നത്. നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സുകൾ കാണണം? പല ഓഡിയൻസിനും സംശയമാണ് ഏതൊക്കെ ക്ലാസ്സുകൾ കൃത്യമായി കാണണം. ഇതാ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് തരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്തരം എക്സാമുകൾക്കൊക്കെ ബേസിക് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒരു ടോപ്പിക്ക് QA ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. മറ്റൊന്ന് ഏതാണ്? റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്, അല്ലെ, റീസണിങ്, മെന്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഏരിയ ആണ്. പിന്നെ വരുന്ന ഏതാണ്? നിങ്ങൾക്ക് വരുന്നത് ഇംഗ്ലീഷ് ആണ്, അല്ലെ, ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് വരുന്നത്. പിന്നെ GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ഏരിയ, ഇങ്ങനെയുള്ള ഏരിയാസ് ആണ് ഇത്തരം എക്സാമുകൾക്ക് പ്രധാനമായിട്ടും വരുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതാ വരുന്നു, ഇപ്പോൾ ഒരു പുതിയ ഒരു എക്സാം പാറ്റേൺ വരുന്നു, CET, കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ്. പലരും ചോദിക്കുന്നു, സാർ എന്താണ് ഈ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ്? അപ്പൊ ഇതിനെക്കുറിച്ച് കൂടി ഒരു ഐഡിയ ഞാൻ തരാം. കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് SSC, ബാങ്ക് പോലെയുള്ള എക്സാമുകൾക്ക് കോമൺ ആയിട്ട് ഒരു എക്സാം നടത്തുന്നു. ദാറ്റ് ഈസ് കാൾഡ് CET. എന്താണ്? കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഇത്തരം എക്സാംസുകൾക്ക് നമുക്ക് എന്തുകൊണ്ട് കോമൺ ടെസ്റ്റ് നടത്തിക്കൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം എക്സാമുകൾക്കെല്ലാം QA ഉണ്ട്, അതുപോലെ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഇംഗ്ലീഷ് ഏരിയ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ആരുടെ ഒരു സിലബസ് വരാനായിട്ട് പോകുന്നത്. CETയുടെ ഒരു സിലബസ് വന്നിട്ടില്ല, പക്ഷേ CETയുടെ ഒരു സിലബസ് വരുന്നുണ്ടെങ്കിൽ ഇതുമായി കണക്ട് ചെയ്ത ഒരു സിലബസ് ആയിരിക്കും കുട്ടികളെ. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ്സുകൾ കാണേണ്ടത്? എങ്ങനെയാണ് ക്ലാസ്സുകളിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കാണുമ്പോൾ അയാൾ എങ്ങനെ കണ്ടു തുടങ്ങണം? അയാൾ കൃത്യമായി ബേസിക് ടോപ്പിക്കുകൾ മുതൽ കണ്ടു തുടങ്ങാനായിട്ട് ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, അവർ ഫസ്റ്റ് ടോപ്പിക് നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ബോർഡ് മാസ് റൂളുകൾ, അതേപോലെ തന്നെ ഫ്രാക്ഷൻസിന്റെ അഡീഷൻ എന്ന് പറയുന്നത്, അതുപോലെ സ്ക്വയർ റൂട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, LCM കണ്ടുപിടിക്കുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കുക, നമ്പർ സിസ്റ്റം പഠിക്കുക. പിന്നീടാണ് നമ്മൾ ഓരോരോ ടോപ്പിക്കുകളിലേക്ക് പോകുന്നത്, അല്ലേ. ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ, മിക്സർ അലിഗേഷൻ, ടൈം ആൻഡ് വർക്ക്, അങ്ങനെയുള്ള ഒരുപാട് ഏരിയ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, നിങ്ങൾക്കറിയാം ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ, അതുപോലെ അഡ്വാൻസ്ഡ് മാത്സിന്റെ ടോപ്പിക്കുകളായ ട്രിഗണോമെട്രി, ജോമെട്രി, മെൻസുറേഷൻ പോലെയുള്ള ടോപ്പിക്കുകൾ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ പോലെയുള്ള ടോപ്പിക്കുകൾ കൃത്യമായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ
ഈ ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് സെക്ഷൻ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുക, QA കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പലപ്പോഴും ഈ വിദ്യാർത്ഥികൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും ബേസിക് ഐഡിയ ഇല്ല. അപ്പോൾ ഈ ബേസിക് ഏതെങ്കിലും എക്സാംസിന് വ്യത്യാസമുണ്ടോ? നിങ്ങൾ പറ, ഏതെങ്കിലും എക്സാംസിന് ബേസിക് വ്യത്യാസമുണ്ടോ കുട്ടികളെ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ. ബേസിക് ഒരു എക്സാമിനും വ്യത്യാസമില്ല. നമ്പർ സിസ്റ്റം എല്ലാം, ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ അഡീഷൻ ബാങ്കിന് വരുമ്പോൾ വേറൊന്നും, SSCക്ക് വരുമ്പോൾ മറ്റൊന്നുമാണോ? ഇല്ല. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു ചേഞ്ചും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും എന്ത് കാണാനായിട്ട് ശ്രമിക്കുക, ഇതിന്റെ ബേസിക് ക്ലാസ്സസ് കൃത്യമായി കണ്ടുപഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഒരു നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ക്ലാസ് വന്നാൽ ആർക്കൊക്കെ കാണാം? SSCക്കാരന് കാണാൻ പറ്റും, റെയിൽവേക്കാരന് കാണാൻ പറ്റും, അതുപോലെ തന്നെ ആർക്കും കാണാൻ പറ്റും, ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആർക്കും കാണാൻ പറ്റും. ശരിയല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റത്തില്ലേ? നമ്പർ സിസ്റ്റം ആർക്കാണ് വേണ്ടാത്തത്? അപ്പം ഇങ്ങനെ നിങ്ങൾ മാറി മാറി നിൽക്കാതെ കൃത്യമായിട്ട് ഇതിന്റെ സീരീസ് ക്ലാസ്സസ്, നമ്മുടെ ചാനലിൽ വരുന്ന സീരീസ് ക്ലാസ്സുകൾ ഉണ്ടല്ലോ, സീരീസ് ക്ലാസ്സസ് ഉദ്ദേശിച്ചത് ഇത്തരം സബ്ജക്റ്റുകളുടെ സീരീസ് ക്ലാസ്സസ് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, SSC പോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, റെയിൽവേ പോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരാൾ ഇപ്പൊ ആണെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ, നല്ല ഓർഡറിൽ വരുന്ന ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യണം. അതിന്റെ നോട്ട്സ് നിങ്ങൾ കളക്ട് ചെയ്യണം. ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല ഇല്ലാത്ത കാര്യമായി മാറുന്നു? ഇത് മസ്റ്റായിട്ടും എല്ലാവർക്കും വേണ്ട കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ നോട്ട് കളക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സീരീസ് ക്ലാസ്സുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരം സബ്ജക്റ്റുകളിലുള്ള കൃത്യമായ ഫുള്ളായിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്തിലൂടെ തരുന്നത്? സീരീസ് ക്ലാസ്സുകളിലൂടെ തരുന്നത്. ഇങ്ങനെ എല്ലാ സബ്ജക്ട്സിന്റെയും സീരീസ് ക്ലാസ്സസ് ദിശ അക്കാഡമി തരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ തന്നു തുടങ്ങി, അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നു തുടങ്ങി, അതുപോലെ മാത്സിന്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ എന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങി. ഇത്തരം ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. അതിന് നമ്മൾ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ചാനൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസിക് ഇല്ലാത്ത കുട്ടികൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ക്ലാസ്സുകൾ കാണുന്നതിനായിട്ട് ശ്രമിക്കുക. ചില ആളുകളുണ്ട്, എന്താണെന്ന് അറിയാമോ, അവർ പർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാമുകളെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഇപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡി വന്നാൽ അവർ ആ എക്സാം മാത്രമേ കാണാറുള്ളൂ, അല്ലെങ്കിൽ അവർ SSC MDS വന്നാൽ അത് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥി എന്ത് ചെയ്യണം? നിങ്ങൾ പറ. ആ വിദ്യാർത്ഥി മസ്റ്റായിട്ടും ബേസിക് ആയിട്ടുള്ള സിലബസ് ആദ്യം കവറപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്തരം ടോപ്പിക്കുകളെല്ലാം മാത്സിൽ നിന്ന് കവറപ്പ് ചെയ്യണം. ഇനി റീസണിങ്ങിലേക്ക് വരുമ്പോൾ ഏതാ? അനലോഗി, ക്ലാസിഫിക്കേഷൻ, നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ്, അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, സിലോജിസം, അങ്ങനെയുള്ള ടോപ്പിക്കുകൾ എല്ലാ എക്സാമിനും ഉണ്ട്. ഏത് എക്സാമിനാണ് ഇല്ലാത്തത്? നിങ്ങൾ പറയും, ഏത് എക്സാമിനാണ് ഇത്തരം ടോപ്പിക്കുകൾ ഇല്ലാത്തത്? അപ്പം മസ്റ്റായിട്ടും ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ കൃത്യമായി കണ്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർഡർലി അത് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട മുൻ വർഷ ചോദ്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതെപ്പോഴും പ്രാധാന്യമുള്ള കാര്യമല്ലേ? നിങ്ങൾ തന്നെ പറ, ഏതൊരു എക്സാമിനും എന്താണ്, ആ എക്സാമിന് മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, പരിചയപ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ ആ ബോർഡ് നടത്തുന്ന റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകൾ, ഫോർ എക്സാമ്പിൾ SSC നടത്തുന്ന റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകൾ ശ്രദ്ധിച്ചോണം, അതിൽ വരുന്ന GKയുടെ പാർട്ട് ശ്രദ്ധിച്ചോണം, അതിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ആ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കണം. ദിശ അക്കാഡമി തരുന്ന ക്ലാസ്സുകളിൽ ഇത്തരം പാറ്റേൺ ചേഞ്ചസ് കൃത്യമായിട്ട് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതപ്പോൾ എല്ലാവരും കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് SSC റെയിൽവേ ബാങ്കിന്റെ ക്ലാസ്സുകളാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നോക്കി അറിയാം, PSC ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, അതുപോലെ ബാങ്കിങ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള അത്തരം നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു ഓറിയന്റഡ് ആയി പഠിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി പബ്ലിക് സർവീസ് കമ്മീഷന്റെ പോലെയുള്ള എക്സാംസ് ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. കാരണം അതിൻ്റെയും സ്റ്റാൻഡേർഡ് അവർ ടയർ 1 ടയർ 2 പോലെയുള്ള എക്സാമുകളാക്കിയൊക്കെ മാറ്റിയിരിക്കുന്നത് കൊണ്ട് അത്തരം എക്സാംസിന് ഇപ്പോൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ബട്ട് എസ്പെഷ്യലി ദിശ അക്കാഡമി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ ആൻഡ് ബാങ്കിങ് എക്സാംസ് ആണ്. അതുകൊണ്ട് അതിൽ വരുന്ന ഈ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ, ഓരോ സബ്ജക്റ്റിന്റെയും ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ കൃത്യമായി കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളുടെ മറ്റൊരു ചോദ്യമായിരിക്കാം, സർ എങ്ങനെയാണ് നമ്മുടെ സ്പെസിഫിക് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്നത് SSC MDS എക്സാം. ഞാൻ ഈ ടിക്കറ്റ് ഇരിക്കുന്ന 2 എക്സാംസ്, അതുപോലെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിന്റെ എക്സാംസ്, ഈ എക്സാംസ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതുപോലെ SSC MDS എന്നുള്ള കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നതായിട്ട് കാണാം. അതുപോലെ RRB ഗ്രൂപ്പ് ഡി എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് വരും, ക്ലാസ്സസ് വരുന്നതാണ്. ആ ക്ലാസ്സസ് എന്തിന്റെ ക്ലാസ് ആണെന്ന് ചോദിച്ചാൽ ആ എക്സാമുമായി മാത്രം ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ആ വീഡിയോസിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ
സെലക്റ്റീവായിട്ടുള്ള എക്സാമിൻ്റെ പേര് പറഞ്ഞു വരുന്ന ക്ലാസ്സുകൾ ഉറപ്പായിട്ടും ആ എക്സാമുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങളോ തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ സീരീസ് ക്ലാസ്സസ് കൂടി കൃത്യമായി പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ, ക്ലാസ്സുകൾ കണ്ട് മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ നമ്മുടെ സീരീസ് ക്ലാസ്സുകളുടെ കണ്ട് പഠിക്കണം. കാരണം പല വിദ്യാർത്ഥികളും നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടതിന് ശേഷം നമ്മളോട് ചോദിക്കാറുണ്ട്, സാർ ഈ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്സാംസ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായ ഐഡിയ കിട്ടുമോ? അവരുടെ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ കൃത്യമായി ഇപ്പോൾ ഓർഡറിൽ ഇടുന്ന സീരീസ് ക്ലാസ്സസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനറൽ അവയർനെസിന്റെ സീരീസ് ക്ലാസ്സസ് കാണുക, ജനറൽ സയൻസിന്റെ സീരീസ് ക്ലാസ്സസ് കാണുക, അതുപോലെ തന്നെ മാത്സിന്റെയും റീസണിങ്ങിന്റെയും ഒക്കെ ഫൗണ്ടേഷൻ പ്ലസ് സീരീസ് ക്ലാസ്സസ് കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് സിലബസ് എന്താണെന്നുള്ള കൃത്യമായ ഐഡിയ കിട്ടും. കൂടാതെ ഓരോ സ്പെസിഫിക് എക്സാംസിനെ കുറിച്ചുമുള്ള ക്ലാസ്സുകൾ നമ്മുടെ അക്കാഡമിയുടെ ചാനൽ കൃത്യമായിട്ടുണ്ടാവും. അതും കൂടെ നിങ്ങൾ ഏത് എക്സാം ആണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതും കൂടെ കൃത്യമായി ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എക്സാംസ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ചാനലിന്റെ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റുകളായി ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പറയുന്ന കമന്റുകൾക്കൊക്കെ ഉള്ള മറുപടികൾ തരുന്നതായിരിക്കും, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾ പറയുന്ന കമന്റുകളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ. സമയക്കുറവ് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാത്തത്, നമുക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത്. ദിശ അക്കാഡമി ഒരു ഓഫ്ലൈൻ ക്യാമ്പസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ ഒക്കെ ഒരു ടൈമിങ്ങുമായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് കമന്റുകളൊക്കെ തരുന്നതിൽ ഒരു ഇച്ചിരി ലാഗ് വരുന്നത്. എല്ലാവരും ക്ഷമിക്കുക. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും കമന്റുകൾ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സജഷൻസ് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ചാനൽ ഉൾപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല എക്സാമ്പിളുകളാണ് ഈ സീരീസ് ക്ലാസ്സസ്. പല ആളുകളും ചോദിച്ച ഒരു ഡൗട്ടാണ്, സാർ എങ്ങനെ നമുക്ക് ഈ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും എന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൃത്യമായി ഈ ക്ലാസ്സുകൾ ഈ ഒരു രീതി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ, വാല്യുബിൾ ആയിട്ടുള്ള കമന്റുകളൊക്കെ കൊടുത്ത് അധ്യാപകരെ മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് നല്ല നല്ല ക്ലാസ്സുകളുമായി എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒട്ടും തന്നെ സമയമില്ല. കൃത്യമായി നിങ്ങളുടെ ഫ്രണ്ടിലുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. ദിശ അക്കാഡമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ സപ്പോർട്ടും തരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.